ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ഈ ഒരു അവസാന ഭാഗം ഈ ആയത്തിൽ നമ്മൾ ഓതുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുകയും ചെയ്യുമ്പോൾ, കരുണ അരുളുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്രമേൽ അനുഗ്രഹീതരാകും, ധന്യരാകും. ഒരു ചരിത്രം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിച്ചത് ഉണർത്തിക്കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ, അതിൽ അവസാനത്തെ ക്ലാസ് പറഞ്ഞ് നിർത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ 60 വർഷം ധ്യാന ജീവിതം നയിച്ചു. അബദ റാഹിബുൻ റബ്ബഹു ഫി സൗമഅതിഹി 60 സനതൻ എന്നാണ്. 60 വർഷം ധ്യാനിയായി കഴിഞ്ഞ ഒരു പുരോഹിതൻ. ഫജാഅത് ഇംറഅത്തുൻ ഫനസലത് ഇലാ ജംബിഹി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ത്രീ വന്ന് ഈ മഠത്തിനരികിൽ അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കക്കാരിയായി താമസിക്കുന്നത്. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഫനസല ഇലൈഹ ഫവാഖഅഹ 6 ലയാലിൻ എന്നാണ്. അവളിലേക്ക് ആകൃഷ്ടനായി ഇദ്ദേഹം 6 രാത്രി അവളെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. സുമ്മ സുഖിത ഫി യദിഹി ഫഹറബ്. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ അമളി മനസ്സിലായി, താൻ ചെയ്ത കുറ്റം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടം വിട്ട് അദ്ദേഹം ഓടി മറയുകയാണ്. ഫഅത മസ്ജിദൻ ഫഅവ ഇലൈഹി. ഒരു മസ്ജിദിലേക്ക് ആശ്രിതനായി അവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടി. ഫമകസ സലാസൻ ലാ യതഅമു ശൈഅൻ. 3 ദിവസം അദ്ദേഹം ആ മസ്ജിദിൽ കഴിഞ്ഞു, ഒന്നുമേ ഭക്ഷിക്കാതെ. അദ്ദേഹത്തിന് വലിയ ദുഃഖവും വിഷമവും തൻ്റെ 60 വർഷത്തെ 6 രാവുകൾ കവർന്നതിൻ്റെ വേദനയുമായിരുന്നു എന്നാണ്. പശ്ചാത്താപവും മനസ്താപവും അദ്ദേഹത്തെ നന്നായി ആ 3 നാളുകൾ വേട്ടയാടി. അദ്ദേഹത്തിലേക്ക് ഒരു റൊട്ടി കഷ്ണം എത്തുകയാണ്. ഫഉതിയ ബിറഗീഫിൻ. 3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാത്ത അദ്ദേഹത്തിന് ഒരു റൊട്ടി നൽകപ്പെട്ടു എന്നാണ്. ആ റൊട്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഫകസറ നിസ്ഫഹു ഫഅതാഹു റജുലൻ അൻ യമീനിഹി വഅതൽ ആഖറ റജുലൻ അൻ യസാരിഹി എന്നാണ്. ആ റൊട്ടി പകുത്ത് അതിൻ്റെ പകുതി വലതു ഭാഗത്തുള്ള ഒരാൾക്ക് ദാനം ചെയ്തു, മറ്റേ പകുതി ഇടതു ഭാഗത്തുള്ള മറ്റൊരാൾക്കും ദാനം ചെയ്തു. അതിനപ്പുറം സുമ്മ ബുഇസ ഇലൈഹി മലക്കും ഫഖബദ റൂഹഹു എന്നാണ്. അദ്ദേഹത്തിലേക്ക് മലക്കുൽ മൗത്ത് മാനമിറങ്ങി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടികൂടി. അദ്ദേഹം മരണം വരിച്ചു. പരലോക കോടതിയിൽ ഫവുദിഅ അമലു 60 സനതൻ ഫീ കിഫത്തിൻ വവുദിഅത്തി സയ്യിഅതു ഫീ ഉഖ്റ എന്നാണ്. 60 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ധ്യാന ജീവിതം തുലാസിൻ്റെ ഒരു തട്ടിലും അദ്ദേഹം 6 രാവുകളിൽ ചെയ്ത തെറ്റുകൾ തുലാസിൻ്റെ മറു തട്ടിലും വെച്ചപ്പോൾ ഫറജഹത്ത്, ആ 6 രാവുകളിലെ തെറ്റുകൾ അതാണ് കനം തൂങ്ങിയത്. സുമ്മ ജിഅ ബിർറഗീഫി. പിന്നീട് അദ്ദേഹം ചെയ്ത ആ റൊട്ടി, പകുത്ത് നൽകിയ ആ റൊട്ടി ദാനം, അത് കൊണ്ടുവരപ്പെട്ടു. ഫറജഹ ബിസ്സയ്യിഅ എന്നാണ്. ആ റൊട്ടി അദ്ദേഹത്തിൻ്റെ നന്മയുടെ തുലാസിൽ 60 വർഷത്തെ ധ്യാന ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ തെറ്റുകളേക്കാൾ അദ്ദേഹത്തിൻ്റെ ആ ദാനം അത് കൂടുതൽ ഭാരം തൂങ്ങുകയും അദ്ദേഹം രക്ഷപ്പെടുകയുമായി എന്നുള്ളതാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഇതൊക്കെ മേലായവൻ്റെ ഔദാര്യവും കനിവുമാണ്. ഈ മനുഷ്യന് പൊറുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം രക്ഷപ്പെടുമാറ് അദ്ദേഹത്തിൻ്റെ നന്മ അതൊരു ചെറിയ ഒരു റൊട്ടിയാണെങ്കിലും അത് സ്വീകരിക്കപ്പെടുകയും അത് തുലാസിൽ വെച്ചപ്പോൾ അത് പുണ്യമായി നന്മയായി കനം തൂങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ഇതറിയിക്കുന്നത് റബ്ബ് നൽകുന്ന മഗ്ഫിറത്തിനെയും ആ മഗ്ഫിറത്തിന് അപ്പുറം റബ്ബിൻ്റെ മർഹമത്തിനെയും കാരുണ്യത്തെയുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേലായവനാണ് നമ്മുടെ റബ്ബെങ്കിൽ ആ റബ്ബിൽ സദാ പ്രതീക്ഷ പുലർത്തുക. അവനിലൊരിക്കലും നൈരാശ്യമോ ഇച്ഛാഭംഗമോ ഒരാൾക്കും ഒരിക്കലും വേണ്ടതില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നതായ പാഠം.